ഹായ് everyone, വെൽക്കം ബാക്ക് ടു മെക്നോൺ വർക്ക്ഷോപ്പ് ഡേ 5. ഇപ്പോൾ നമ്മളിന്ന് നമ്മൾ കുറച്ച് ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ചാറ്റ് GPT, ജെമിനി, കോപൈലറ്റ് ഒക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പറ്റുന്നവർ ഒപ്പം ഒന്ന് ചെയ്ത് നോക്കുക. ഫോണിൽ എന്തെങ്കിലും ക്ലാസ് ഓപ്പൺ ആക്കി ലാപ്ടോപ്പോ ഇനിയിപ്പോൾ ലാപ്ടോപ്പിൽ ക്ലാസ് ആണെന്നവരാണെങ്കിൽ ഫോണിൽ ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിളാണ്, എല്ലാത്തിലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചാറ്റ് GPT നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചാറ്റ് GPT നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോഡ് എഴുതാൻ, സ്റ്റോറി എഴുതാൻ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പല യൂസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് എഴുതാൻ, സ്റ്റോറി എഴുതാൻ, അതേപോലെ ഓരോ കാര്യങ്ങൾ പഠിക്കാനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് ടൂൾസാണ് പരിചയപ്പെടുത്താൻ പോകണമെന്ന് പറഞ്ഞു. ചാറ്റ് GPT, ജെമിനി, മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ്, അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചാറ്റ് GPT ഓപ്പൺ ആക്കി വെച്ചിട്ട് chatgpt.com അടിച്ച് ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് സ്റ്റോറി എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, റൈറ്റ് എ സ്റ്റോറി ഓഫ് എ സ്റ്റുഡൻറ് ലേൺഡ് AI യൂസിങ് AI. ഞാൻ അങ്ങനെ ഒരു കുട്ടി AI വെച്ച് AI പഠിച്ച ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ചാറ്റ് GPT ഒരു AI ഒരു സ്റ്റോറി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന സ്മാൾ ടൗണിനെ കേരള ഇവിടെ ക്യൂരിയസ്. എനിക്കിത് മലയാളമാക്കാനും പറ്റും. ഓക്കെ, ഞാനിത് മലയാളമാക്കി കാണിച്ചു തരാം. ട്രാൻസ്ലേറ്റ് ദ സ്റ്റോറി ടു മലയാളം. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി നമുക്ക് മലയാളത്തിൽ ആക്കി തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചാറ്റ് GPT ഇന്റർനെറ്റ് കുറച്ച് സ്ലോ ആയതിൻ്റെ ഇഷ്യൂ ആണ്. ചാറ്റ് GPT നോർമലി ഇത്ര ടൈം എടുക്കല്ല. ഇപ്പോൾ ചാറ്റ് GPT നമ്മുടെ ലോഡായോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോഡാണത് വരെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജെമിനി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജെമിനി എന്ന് പറഞ്ഞാൽ ഒരു AI സെർച്ച് എഞ്ചിൻ കൂടിയാണ്. ഓക്കെ, നമ്മുടെ AI യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിളില്ലേ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിലൊക്കെ ഇപ്പോൾ ജെമിനിക്ക് നല്ലൊരു പങ്കുണ്ട്. നമ്മുടെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം കാണിക്കുക AI തിങ്കിങ് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അവിടെ ജെമിനി ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ജെമിനി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആള്, ഇമേജ്, വീഡിയോസ്, ന്യൂസ്, ഷോർട്ട് വീഡിയോസ്, അങ്ങനെ കുറെ സാധനങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഈ AI മോഡ് കണ്ടോ, ഇത് ജെമിനി പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ഈ AI മോഡ് ഇതിലൊക്കെ ജെമിനിന്റെ വലിയ പങ്കാണ്. അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പോവാം. നമുക്ക് കാണാം ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ ഇതിങ്ങനെ രണ്ട് ഇതാക്കിയ കാരണമാണ് അത് എത്ര ടൈം എടുത്തത്. ഓക്കെ, നോർമലി ഇത്ര ടൈം എടുക്കില്ല. കേരളത്തിലെ ചെറിയ പട്ടണത്തിൽ അർജുൻ എന്ന പേരുള്ള ഒരു കൗതുകമുള്ള ഒരു വിദ്യാർത്ഥി ജീവിച്ചിരുന്നു. അവന് 16 വയസ്സായിരുന്നു. കമ്പ്യൂട്ടറുകളോട് അവന് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ വില കൂടിയ പുസ്തകങ്ങളോ അങ്ങനെ സ്റ്റോറി ജനറേറ്റ് ചെയ്യാം. നമുക്ക് അത്ര കണ്ടാൽ മതി. ഓക്കെ, ഇനി എനിക്ക് ലേണിങ്. ഓക്കെ, എനിക്ക് പഠിക്കണം, ചാറ്റ് GPT യൂസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് വാട്ട് is the formula of velocity. Okay, what is the formula of velocity ഞാൻ ചോദിച്ചു. അപ്പോൾ നമുക്കവിടെ കാണാം v=d/dt. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റിന്റെ. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിക്കാനും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജെമിനിന്റെ പറഞ്ഞു. നമുക്ക് ജെമിനി യൂസ് ചെയ്തിട്ട് AI സെർച്ച് എഞ്ചിനാണ്. അതേപോലെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്, ഞാനൊരു വ്ളോഗറാണ് വിചാരിക്കും. ഇപ്പൊ എന്ത് കണ്ടന്റ് ആണ് എനിക്ക് വേണ്ടത്? ഓക്കെ, എന്ത് കണ്ടന്റ് മീൻസ് എനിക്കിപ്പോ ഞാനൊരു സ്ഥലത്ത് ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാണ്, അത് എങ്ങനെ ചെയ്യണം? ഓക്കെ, അതിനുള്ള ഓരോ ഗൈഡ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ജെമിനി തരും. ഓക്കെ, ജെമിനി മുതലുള്ള അങ്ങനെ കുറെ AI ബോട്ട്സ് ഒക്കെ നമുക്ക് തരും. പക്ഷെ ഇതിൽ ഏറ്റവും ബെറ്റർ ആയി തോന്നിയ സജഷൻസ് തന്ന AI ടൂൾസ് ആണ് ഞാൻ പറയണത്. ജെമിനി കണ്ടന്റ് ജനറേഷന് ഒന്നും കൂടി മുന്നിലാണ്. ഓക്കെ, എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ജെമിനി എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു AI ആണ്. ഈ ഗൂഗിള് പല സ്ഥലങ്ങളിലും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, നമ്മുടെ ഫോണിൽ നമ്മുടെ ഡാറ്റാസ് വരെ നമ്മളോട് ചോദിക്കാതെ ഗൂഗിൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളോട് ചോദിക്കാതെ എന്നല്ല,
നമ്മൾ ഫോണിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറയും, അഗ്രിമെന്റ് ടിക്ക് ബോക്സ് ചെയ്യാൻ പറയും. ആ ടിക്ക് ബോക്സ് ചെയ്താൽ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ ഡിവൈസിന്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവമാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ജെമിനി വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജെമിനി ഓക്കെ, അപ്പോൾ ഗൂഗിൾ gemini.google.com എന്നാണ് ഡൊമൈൻ പേര്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ജെമിനിയുടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു സ്ക്രീൻ ആയില്ല, ഹൈ മെക്നോ വാട്സ് ഓൺ യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ I am on a travel to Kashmir. I need to just to normal language കൊടുക്കണം. ഓക്കെ, I need to take a traveling vlog. Create me a script for content. ഓക്കെ, ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചോദിക്കുകയാണ്, ഒരു കണ്ടന്റിനുള്ള സ്ക്രിപ്റ്റ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, സെർച്ചിങ് ഓൺ ദ വെബ് എന്ന് പറഞ്ഞിട്ട്, സെർച്ചിങ് ഓൺ ദ വെബ് കണ്ടോ, മൊത്തത്തിൽ വെബ് മൊത്തം സെർച്ച് ചെയ്തെടുത്ത് തരാണ് നമുക്ക്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വന്നു 1 മുതൽ 1 മിനിറ്റ്, ഫസ്റ്റ് 1 മിനിറ്റ് എന്ത് ചെയ്യണം, അതേപോലെ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് കറക്റ്റ് കണ്ടന്റ് ക്രിയേഷൻ്റെ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറയുമ്പോൾ നമ്മുടെ ChatGPT ഇത്ര തരാൻ പറ്റില്ല എന്നല്ല, ഇത് തരാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഒന്നും കൂടി ഹൈ ലെവലിൽ നമ്മുടെ ജെമിനി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ AI സെർച്ചും ഇതിന് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സാധനം സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്യണം. ഓക്കെ, ട്രൈപോഡ് ഫോർ ബെസ്റ്റ് ഷൂട്ടിംഗ് അടിച്ചു കൊടുത്തത്, ബെസ്റ്റ് ട്രൈപോഡ് ഫോർ ഷൂട്ടിംഗ് എന്നാണ് അടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് അവിടെ ഇത് പ്രോംപ്റ്റ് ആണ്, ജെമിനിക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇതാ കുറേ ഓപ്ഷൻസ് വന്നുണ്ടോ. എനിക്കിപ്പോൾ ഈ ഒരു അണ്ടർലൈൻ ഇട്ട സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ വരും. ഓക്കെ, അപ്പോൾ സെർച്ച് എഞ്ചിന് ബെസ്റ്റായിട്ട് ഈ സംഭവം ഓക്കെയാണ്. ഓക്കെ, നമുക്ക് കുറേ ഡീറ്റെയിൽസും റിവ്യൂസും നോക്കിയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഞാൻ ഇത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യണില്ല, കാരണം ബെസ്റ്റ് എപ്പോഴും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, ഇത് ഒരു AI ആണ്, തെറ്റ് പറ്റാം. ഓക്കെ, ഇനി നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് നോക്കാം. മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ copilot.microsoft.com എന്നാണ് അതിൻ്റെ എന്ത് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് കുറേ സ്ഥലങ്ങളിൽ കോഡിങ് ഏജന്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുറേ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ടാസ്ക് ബാർ, ഇമേജ് ലാബ്സ് കണ്ടോ, ഇതൊക്കെ കോഡിങ് ഏജൻസ് ആണ്. ഓക്കെ, കോഡിങ് ഏജൻസ് എന്നല്ല, ഓരോ ഏജൻസ് ആണ്. നമ്മുടെ ഈ VS Code പോലത്തുള്ള കമ്പൈലർ സോഫ്റ്റ്വെയർസിൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമേജ് AIs നോക്കാം. ഇമേജ് AIs എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 AI ടൂൾസ് പറഞ്ഞു തന്നു. ഏത്? ChatGPT, ജെമിനി, മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് ക്യാൻവ, പോസ്റ്റർ മേക്കിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇമേജ് AIs നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം ക്യാൻവ നടിക്കാം. അപ്പോൾ ക്യാൻവ എന്നുണ്ട്. ഓക്കെ, www.canva.in, അതേപോലെ canva.com, അങ്ങനെ കുറേ സാധനങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്നത് എടുത്തു. ഇനി നമ്മളോട് സൈനപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ സൈനപ്പ് ചെയ്യണില്ല, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ കുറേ സാധനങ്ങൾ പ്രോംപ്റ്റ് അടിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഓരോ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അപ്പോൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പേഴ്സണൽ റൂൾസ് സൈനപ്പിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇംപ്രൂവ് അവർ ടൂൾസ്, AI ടൂൾസ് ഫോർ എവരിവൺ വിത്ത് യുവർ കണ്ടന്റ്. ഇതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ
നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കണ്ടന്റും നമ്മൾ എക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, എനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ള കൺസെന്റ് ചോദിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അതിന് താല്പര്യമില്ല, നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളും പോണ സംഭവമാണ്. ഓക്കെ, ഈ പ്രസന്റേഷൻ, പോസ്റ്റർ, CV, ഇമെയിൽ, ലോഗോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇതൊക്കെ കംപ്ലീറ്റ്ലി AI ഇന്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാൻവ AI ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഐ നീഡ് എ പോസ്റ്റർ ഫോർ ഒരു ഫുട്ബോൾ ലീഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. ഓക്കെ, അതാണ് തിങ്കിങ്. പിന്നെ ഇതാ വന്നുകൊണ്ടിരിക്കണോ. ഓക്കെ, it's ഒരു ലീഗ് ഷെഡ്യൂളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങൾ ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ക്യാൻവ നോർമലി ഇപ്പോൾ കറൻ്റ്ലി ലോകത്ത് മൊത്തം ആളുകൾ യൂസ് ചെയ്യണതാണ്. ഞങ്ങളടക്കം ഞങ്ങളുടെ ചില പോസ്റ്ററിന് യൂസ് ചെയ്യുന്നുണ്ട്, ചില പോസ്റ്റേഴ്സ്. ഓക്കെ, ഈ സംഭവത്തിൽ കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റും, കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ഞാൻ ഇപ്പോൾ പ്രോംപ്റ്റ് ഒരു ചീപ്പ് പ്രോംപ്റ്റ് അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ കറക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണം, അതേപോലെ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഒരു കറക്റ്റായ സാധനം എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, അതേപോലെ പോസ്റ്റേഴ്സും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ക്യാൻവ വെച്ച് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതേപോലെ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ വോയിസ് AIs ആണ്, നമ്മുടെ വോയിസ് അസിസ്റ്റൻസ് ആണ്. വോയിസ് അസിസ്റ്റൻസ് പറയുമ്പോൾ സിരി, ഗൂഗിൾ ജെമിനി, അതേപോലെ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് നമ്മുടെ വോയിസ് AIയിൽ വരിക. ഓക്കെ, അപ്പോൾ കുറച്ച് AI ടൂൾസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷാസിൻ സൈനിങ് ഔട്ട്. ബൈ.